തൃശൂർ പോട്ട ബാങ്ക് കൊള്ളയിൽ പ്രതി പിടിയിലായി. ചാലക്കുടി ആശാരിക്കാട് സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായത്. 36 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിർണായകമായതെന്ന് പോലീസ്. കൊള്ളയടിച്ച 15 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ കണ്ടെത്തി. തൃശൂർ റൂറൽ SP-യുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പുതിയ വിശദാംശങ്ങൾ, വിവരങ്ങൾ എന്താണ്? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ 10 ലക്ഷം രൂപയാണ് പ്രതി റിജോ ആന്റണിയിൽ നിന്ന് പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 5 ലക്ഷം രൂപ ഇയാൾ ആഡംബര ജീവിതം നയിച്ച് കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇയാൾ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് തന്റെ കടം വീട്ടാനായി താൻ ഈ ബാങ്ക് കൊള്ളയടിച്ചു എന്നുള്ളതാണ്. പക്ഷെ നിലവിൽ നമ്മൾക്ക് മനസ്സിലാവുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ കടം വന്നത് വെറുതെയല്ല. ഇയാൾ ആഡംബര ജീവിതം നയിച്ചുണ്ടാക്കിയ ഒരു കടമാണ്. കാരണം ഇയാളുടെ ഭാര്യ വിദേശത്തായിരുന്നു. അവിടെ നിന്നും ഇയാൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം അയച്ചു കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ് പരിസരവാസികളെല്ലാം തന്നെ പറയുന്നത്. ആ പണം ഇയാൾ ദൂർത്തടിച്ച് തീർത്തിരുന്നു. മാത്രമല്ല, ഭാര്യ തിരികെ എത്തേണ്ട സമയമായി. അതുകൊണ്ട് ഈ ഭാര്യ അയച്ചു നൽകിയ പണം അത് കാണിക്കുന്നതിന് വേണ്ടിയാണ് താൻ കൊള്ളയടിച്ചത് എന്നുള്ള ഒരു മൊഴിയാണ് ഇയാൾ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണിയെ ഇന്നാണ് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. നമുക്കറിയാം, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു മോഷണം കേരളത്തെ ഞെട്ടിച്ച, ചാലക്കുടിയെ ഞെട്ടിച്ച ഒരു മോഷണം നടന്നത്. അന്ന് ചാലക്കുടി പോട്ടയിലുള്ള ബാങ്കിൽ നിന്നും മോഷണം നടക്കുന്നു. ഉച്ചയോടുകൂടി പ്രതി ഹെൽമറ്റും ജാക്കറ്റും എല്ലാം ധരിച്ച് ബാങ്കിനകത്തേക്ക് കയറുകയാണ്. അവിടെ നിന്നും 8 ജീവനക്കാരുണ്ടായിരുന്നതിൽ 4 പേർ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. ശേഷിക്കുന്ന ആളുകളെ ഇയാൾ ഒരു കൊച്ചു പിച്ചാത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഒരു മുറിയിലിട്ട് പൂട്ടുകയാണ്. ശുചിമുറിയിലാണ് ഇട്ട് പൂട്ടിയത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പണം സൂക്ഷിച്ചിരുന്ന മുറി തല്ലി തകർത്ത് അതിനകത്ത് കിടന്ന് 15 ലക്ഷം രൂപ അവിടെ നിന്നെടുത്ത് കടന്നു കളയുകയായിരുന്നു പ്രതി അന്ന് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചത് സ്വന്തം വാഹനം തന്നെയായിരുന്നു, സ്വന്തം ഇരുചക്ര വാഹനം തന്നെയായിരുന്നു. അത് നമ്പർ പ്ലേറ്റ് മാറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതി മോഷണം നടത്തിയത്. ഈ മോഷണത്തിന് ശേഷം പ്രതി തിരികെ വന്നതും വീട്ടിലേക്ക് തന്നെയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന നടത്തുമ്പോൾ ഇതെല്ലാം TV-യിലൂടെ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു പ്രതി. മാത്രമല്ല, ഇതിൽ 5 ലക്ഷം രൂപ പ്രതി ചെലവഴിക്കുകയും ചെയ്തു. ഈ ചെലവഴിച്ച പണത്തിന്റെ നോട്ടിന്റെ വിശദാംശങ്ങളിൽ നിന്നുമാണ് പോലീസിന് ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. പ്രതി കാണിച്ച വലിയ ഒരു അബദ്ധമെന്ന് പറയുന്നത്, മോഷ്ടിച്ച നോട്ടിൽ കൃത്യമായ നമ്പർ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം പ്രതി മറന്നുപോയിരുന്നു. ആ നോട്ട് കൈമാറാൻ ശ്രമിച്ചതോടുകൂടിയാണ് പ്രതി പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടത്. എന്തായാലും പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. താൻ ഈ പണം മോഷ്ടിച്ചു, മോഷണം നടത്തിയത് തന്റെ കടം വീട്ടാനാണ്. ചാലക്കുടി പോട്ട ബാങ്കിൽ കവർച്ച നടത്തിയത് താൻ കൃത്യമായ ആസൂത്രണം നടത്തിയാണെന്ന് ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണി പോലീസിനോട് പറഞ്ഞു വയ്ക്കുന്നു. ബാങ്ക് കൊള്ളയടിച്ചത് കടം വീട്ടാനാണെന്ന് പ്രതി റിജോ പറയുമ്പോഴും പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ ആഡംബര ജീവിതം നയിച്ചായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കടക്കാരനായി മാറിയത്. ഇങ്ങനെ കടം വരേണ്ട ഒരു സാഹചര്യം പ്രതിക്ക് നിലവിലില്ല. നിലവിൽ ഈ പ്രതി കടക്കാരനായി മാറിയത് ആഡംബര ജീവിതം നയിച്ചായിരുന്നു. ഇയാളുടെ ഭാര്യ വിദേശത്താണ് ജോലി എടുത്തിരുന്നത്. ആ ഭാര്യ നിരവധി തവണ പണം ഇയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പണമെല്ലാം പ്രതി ആഡംബര ജീവിതം നയിച്ച് എല്ലാം പ്രതി ഈ പണം മുഴുവനും നശിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഭാര്യ തിരികെ എത്തേണ്ട നേരമായി. ഇതോടുകൂടിയാണ് ഇയാൾക്ക് ഈ പണം തിരികെ കൊടുക്കാൻ അല്ലെങ്കിൽ ഭാര്യയെ കാണിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഈ സമയത്താണ് ഫെഡറൽ ബാങ്കിന്റെ പോട്ട ബ്രാഞ്ച് കൊള്ളയടിക്കാൻ പ്രതി തീരുമാനിച്ചത്. അതിനായി 2-3 ദിവസം ഈ ബ്രാഞ്ചിന് ചുറ്റും കറങ്ങി നടന്നു. ഏതെല്ലാം സമയത്ത് ആളുകൾ ഉണ്ടാകാതിരിക്കുമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷമാണ് പ്രതി ഇത്തരത്തിലുള്ള ഒരു കൊള്ള നടത്തിയിരിക്കുന്നത്. ആഭ്യന്തരമായി ഇയാൾക്ക് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 36 മണിക്കൂറുകൾക്ക് ശേഷം പ്രതി പിടിയിലാകുമ്പോൾ ഇനിയും നിരവധി കാര്യങ്ങൾ പോലീസിന് അറിയാനുണ്ട്. കേരള പോലീസിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്ത ഒരു കൊള്ള കൂടിയായിരുന്നത്. ഒരു കൊച്ചു പിച്ചാത്തി കാട്ടി 15 ലക്ഷം രൂപ കേരളത്തിന്റെ ബാങ്കിൽ നിന്നും മോഷ്ടിച്ചു എന്ന് പറയുന്നത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന ക്ഷതമേൽക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. അതിനിതാ ഒരു വിരാമമായിരിക്കുന്നു. ചാലക്കുടിയിൽ വിട്ട് ആ പണം പോയിട്ടില്ല. ചാലക്കുടിയിൽ തന്നെയായിരുന്നു
ആ പണം ഉണ്ടായിരുന്നതെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. ഇത്രയും ദിവസം ഈ ആളുകളെ എല്ലാം ഈ പോലീസ്, കേരള പോലീസിനെ ആകമാനം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഓടിക്കുമ്പോൾ പ്രതി ഇതെല്ലാം കണ്ടിരുന്ന് ആസ്വദിക്കുകയായിരുന്നു. ഇതെല്ലാം ടിവിയിലൂടെ പ്രതി കാണുന്നുണ്ടായിരുന്നു. തന്നിലേക്ക് ഒരിക്കലും ഇതെത്തില്ല എന്ന് പ്രതി വിശ്വസിച്ചിരുന്നു. കൊള്ളയടിച്ച ശേഷവും പ്രതി സുഹൃത്തുക്കളുമായി ആഡംബര ജീവിതം നയിച്ച് അർമാദിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അയാൾ ആർത്തുല്ലസിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ പണം ഏത് രീതിയിലും ഭാര്യ വരുമ്പോൾ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ശേഷിക്കുന്ന 10 ലക്ഷം രൂപ ഇയാൾ സൂക്ഷിച്ചിരുന്നത്. 2 ദിവസം കൊണ്ടാണ് 5 ലക്ഷം രൂപ ഇയാൾ ഈ ആഡംബര ജീവിതത്തിലൂടെ തീർത്തത് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നതും. ആ 5 ലക്ഷം രൂപ സുഹൃത്തുക്കളുമൊത്ത് അടിച്ച് പൊളിച്ച് ജീവിച്ച് തീർക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നതും. ഭാര്യ വിദേശത്ത് നിന്നെടുത്ത് അയച്ച പണം, ആ പണം സുഹൃത്തുക്കളുമൊത്ത് ആഘോഷിച്ച് തീർത്തു. പിന്നീട് ഈ പണം ഭാര്യയെ കാണിക്കുന്നതിന് വേണ്ടി ഒരു ബാങ്ക് കൊള്ളയടിച്ചു. ആ ബാങ്കിൽ നിന്നും കിട്ടിയ 15 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ വീണ്ടും പ്രതി ആഡംബര ജീവിതം നയിച്ചു തീർത്തു എന്നുള്ളതാണ് പോലീസിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രതിയെ പോലീസിനെ പിടികൂടാൻ കഴിയുമ്പോൾ ഇപ്പോൾ പ്രതിയെ വീടിനകത്ത് തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.